തമിഴ്നാട്ടിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ്. ചെന്നൈ ഉൾപ്പെടെ 16 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധിയാണ്. മുഹമ്മദ് റഹീസിന്റെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തമായതോടുകൂടി തമിഴ്നാട്ടിൽ മഴ ശക്തമാവുകയാണ്. തമിഴ്നാട് ഒപ്പം തന്നെ ശ്രീലങ്ക തീരത്തേക്കാണ് ഈ ന്യൂനമർദ്ദം അടുത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ മഴ ശക്തമാവുകയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ തമിഴ്നാട്ടിൽ മഴ ശക്തമായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രധാനമായും ഇപ്പോൾ ചെന്നൈയിലാണ് മഴ പെയ്യുന്നത്. ചെന്നൈയുടെ അവസ്ഥ, മഴ പെയ്തു കഴിഞ്ഞാൽ ചെന്നൈ വെള്ളക്കെട്ടിലാകും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ സർക്കാർ വലിയ മുന്നൊരുക്കങ്ങളൊക്കെയാണ് നടത്തുന്നത്. വെള്ളം പമ്പ് ചെയ്ത് മാറ്റാനുള്ള ഒരു നീക്കം ഇന്നലെ രാത്രി മുതൽ തന്നെ ആരംഭിച്ചു. ഇന്നലെ രാത്രിയോട് തന്നെ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഴ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ നിശ്ചിത പ്രദേശങ്ങളിലും വെള്ളം പമ്പ് ചെയ്യാനുള്ള നീക്കം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഈ സ്കൂളുകൾക്ക് അവധി നൽകുന്ന ഒരു തീരുമാനത്തിൽ കൂടി എത്തിയിട്ടുണ്ട്. 4 ജില്ലകളിലാണ് നിലവിൽ സ്കൂളുകൾക്ക് മാത്രമാണ് അവധി. കോളേജുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. പക്ഷേ ചില യൂണിവേഴ്സിറ്റി പരീക്ഷകൾ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്തായാലും മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ തമിഴ്നാട് ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായി നേരിട്ട ഒരു മഴ, അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്നും ഇതുവരെയും കരകയറിയിട്ടില്ല. അതിനു മുൻപ് തന്നെ അടുത്ത ഒരു മഴ കൂടി വരികയാണ്. പ്രധാനമായും തിരുവള്ളൂരിലും റാണിപ്പേട്ടിലുമൊക്കെയാണ് ഇപ്പോൾ മഴ പെയ്യുന്നത്. ചെന്നൈയിൽ മഴയുണ്ട്. അങ്ങനെ ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പുതുച്ചേരിയിലും കാരക്കലിലും കൂടി ഓറഞ്ച് അലേർട്ടാണ്. പുതുച്ചേരിയിലും ഇപ്പോഴും വെള്ളക്കെട്ട് ഇറങ്ങാത്ത പല സ്ഥലങ്ങളുമുണ്ട്. അവിടേക്കാണ് വീണ്ടും മഴ എത്തുന്നത്. നിലവിൽ ചെന്നൈയിൽ രാവിലെ വരെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുകയാണ്. ഉന്മേഷ്, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.